നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓരോ അപ്ഡേറ്റുകളാണ് വാട്സപ്പ് കൊണ്ടുവരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല. ആ ഒരു സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രൈവസി സെറ്റിങ്സ് ആണ്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകാൻ നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. വാട്സപ്പിൻ്റെ ഈ സെറ്റിങ്സ് ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെറ്റിങ്സ് ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ പ്രൈവസി എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഈ 2 ഓപ്ഷൻ ഇവിടെ നമുക്കുണ്ടായിരുന്നു. എന്നാൽ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. താഴെയുള്ള 2 ഫീച്ചറിനെ കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. ഏറ്റവും അവസാനത്തെ ഫീച്ചർ ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ എന്നാണ്. അതായത് ഇത് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ആരെങ്കിലും യൂട്യൂബിൻ്റെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെയൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് തരുമ്പോൾ അത് ലിങ്ക് മാത്രമായിട്ട് കാണും. അതിൻ്റെ വീഡിയോയുടെ ഒരു തമ്പിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. പല ആളുകളും പറയാറുണ്ട് യൂട്യൂബിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ലിങ്ക് മാത്രമേ സെൻഡ് ആകുന്നുള്ളൂ എന്ന്. അത് കാരണം ഇതാണ്, ഇത് ഓൺ ചെയ്ത് വെച്ചുകൊണ്ടാണ്. താഴെ നിന്ന് രണ്ടാമത്തത് പ്രൊട്ടക്റ്റ് IP അഡ്രസ് ഇൻ കോൾ എന്നാണ്. ഇത് എനേബിൾ ചെയ്ത് വെക്കുക. അതായത് നിങ്ങളുടെ കോളുകൾ സേഫ് ആക്കുന്നതിന് വേണ്ടി, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളൊരു ഭാഗം എനേബിൾ ചെയ്ത് വെക്കുക. കാരണം നമ്മൾ കോൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ഡാറ്റ ചോർന്നു പോകാൻ കാരണമാവും. നമ്മുടെ വാട്സപ്പ് മെസ്സേജ് പോലെയല്ല കോൾ. നമ്മൾ കോൾ ചെയ്യുമ്പം നമ്മളുടെ കോൾ കണക്റ്റിംഗ് മറ്റൊരു മൊബൈലുമായിട്ട് കണക്ട് ചെയ്യാനെടുക്കുന്ന സമയവും അതിനകത്തുള്ള IP അഡ്രസ്സിൻ്റെ സ്റ്റാറ്റസൊക്കെ പലപ്പോഴും ചോർന്നു പോകാൻ കാരണമാകും. അതുകൊണ്ട് കോൾ ചെയ്യുമ്പോൾ നമ്മുടെ IP അഡ്രസ്സ് സേഫ് ആക്കുന്നതിന് വേണ്ടി ഒരു ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. ഇതിൽ മൂന്നാമത്തെ ഏറ്റവും മുകളിലുള്ള ഫീച്ചറാണ് ഏറ്റവും പുതിയ ഫീച്ചർ. അതായത് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങൾ സേവ് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത മറ്റ് രാജ്യങ്ങളിലുള്ള നമ്പറിൽ നിന്നൊക്കെ വരുന്ന മെസ്സേജുകൾ അയക്കുന്ന അത്തരം അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെടും. അതായത് വാട്സപ്പ് വിൽ ബ്ലോക്ക് മെസ്സേജ് ഫ്രം അൺനോൺ. അതായത് ഉപയോഗിക്കുന്നത് കോൺടാക്റ്റ് ബ്ലോക്ക് ചെയ്യല്ല, മെസ്സേജാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മൾ അറിയാത്ത അക്കൗണ്ടിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ വാട്സപ്പ് തന്നെ ബ്ലോക്ക് ചെയ്ത് തരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗം നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.